ഗ്രീറ്റിംഗ്സ് എവ്രി വൺ. സിഗ്മണ്ട് ഫ്രോയിഡ് സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ് ആസ് എ ചൈൽഡ്ഹുഡ് ഡാമേജസിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് ഡാമേജസ് ഉണ്ടാവും. ആൻഡ് ബേസിക്കലി നമ്മൾ എത്ര വളർന്നാലും ഹ്യൂമൻസ് ഹാവ് എ ടെൻഡൻസി ടു ഗോ ബാക്ക് ടു ദാറ്റ് പ്ലേസ് വെയർ വി ഗോട്ട് ഡാമേജ്ഡ്. ആൻഡ് നമ്മുടെ മൈൻഡ് അതിലോട്ട് തിരിച്ചു പോവും, ആ സിറ്റുവേഷനിലോട്ട്. പക്ഷേ അത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും, ചിന്തിക്കാൻ ഇഷ്ടമില്ല. കാരണം അതൊരു മേ ബി ഇറ്റ് ക്യാൻ ബി എ ട്രോമ, ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിരിക്കും. പക്ഷേ അതിലോട്ട് നമ്മൾ തിരിച്ചു പോകുമ്പം നമ്മൾ ഹ്യൂമൻസ് ഓട്ടോമാറ്റിക്കലി ഒരു മൈൻഡിൽ ഉണ്ടാക്കുന്ന ഒരു കോപ്പിംഗ് സ്ട്രാറ്റജി ഉണ്ട്. അതിലേക്ക് തിരിച്ചു പോകുമ്പം അതിനെയാണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രോയിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിഫെൻസ് മെക്കാനിസമാണ് ഇഡിനെ പാസിഫൈ ചെയ്യുന്നത്. ഇഡിനെ വിഷമിപ്പിക്കാതെ നോക്കുന്നത് ഡിഫെൻസ് മെക്കാനിസമാണ്. ബേസിക്കലി നമ്മൾ പറഞ്ഞു, ഇഡെന്ന് പറയുന്ന ഒരു ചൈൽഡ് ലൈക്ക് ബിഹേവിയർ ആണ്. അപ്പം ഇഡിന് തോൽക്കാൻ ഇഷ്ടമില്ല, നമ്മളെ ഫീൽ ബാഡ് ആക്കാൻ ഇഷ്ടമില്ല, അതുപോലെ നമ്മളെ ഹേർട്ടാക്കാൻ ഇഷ്ടമില്ല, അതുപോലെ നമ്മളെ ചെറുതാക്കാനും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇഡിൻ്റെ ഈ ഒരു ചൈൽഡ് ലൈക്ക് ബിഹേവിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിഫെൻസ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഓൾ ഹ്യൂമൻസ് അൺകോൺഷ്യസ്ലി is subjected to defense mechanism one way or the other. Let's see how. Basically മെയിനായിട്ട് പലതരത്തിലുള്ള ഡിഫെൻസ് മെക്കാനിസം ഉണ്ട്. അതിൽ ലെറ്റ്സ് സീ പോയിൻറ്റ്സ് ബൈ പോയിൻറ്റ്. സോ ഡിഫെൻസ് മെക്കാനിസം ആർ ദ വേ ഓഫ് കോപ്പിംഗ് വിത്ത് ദീസ് നെഗറ്റീവ് ഇമോഷൻസ്. അതിൽ ആദ്യത്തെ ഡിഫെൻസ് മെക്കാനിസമാണ് റിപ്രഷൻ. ഇറ്റ് ഈസ് ആർഗ്യുബിളി ദി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ ഫസ്റ്റ് വൺ ദാറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ഫ്രോയിഡ്. That was theorized by Freud. It is an unconscious action that ego takes in order to keep terrible and horrible disturbing things from our conscious thoughts. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആഗ്രഹിക്കാൻ അല്ലെങ്കിൽ ആലോചിച്ച് എടുക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കോൺഷ്യസ് തോട്ടിൽ നിന്ന് അതിനെ സബ് കോൺഷ്യസ് തോട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. സോ ഈ നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെയൊക്കെ നമ്മൾ റിപ്രസ് ചെയ്യുകയാണ്, ഒരു പുഷ് ഡൗൺ ചെയ്യുകയാണ്, ഒരു സിയിൽ സബ് കോൺഷ്യസ് ലെവലിലോട്ട് നമ്മൾ പുഷ് ഓൺ ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ ഹൈഡ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ സബ് കോൺഷ്യസിലേക്ക് റിപ്രസ് ചെയ്തില്ലെങ്കിൽ അത് സർഫേസിലേക്ക് വരും. സർഫേസിൽ വന്നു കഴിഞ്ഞാൽ അതൊരു കോൺഷ്യസ് തോട്ടായി കഴിഞ്ഞാൽ, ഓക്കെ, കോൺഷ്യസ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഹൊറബിളായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എഫക്ട്സുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, റിപ്രസ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ താഴ്ത്തി വെക്കുന്നത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് വെക്കുന്നത്. പക്ഷേ ഫ്രോയിഡ് പറയുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, സർഫേസിലേക്ക് വരുന്നുണ്ട്. എത്രയൊക്കെ നമ്മൾ റിപ്രസ് ചെയ്താലും നമ്മുടെ മെമ്മറീസും തോട്ട്സൊക്കെ നമുക്ക് ആഗ്രഹിക്കാൻ ഇഷ്ടമില്ലാത്തതാണേലും പുറത്തോട്ട് വരുന്നുണ്ട്, കോൺഷ്യസ് ലെവലിലേക്ക് എത്തുന്നുണ്ട്. ആൻഡ് അത് നമ്മളെ ഫീലിങ്സിനെ എഫക്റ്റ് ചെയ്യും. അത് നമ്മൾ ഈവൻ്റ് ഒന്ന് ഓർത്ത് നമ്മൾ വിഷമിച്ചില്ലെങ്കിലും ബ്രേക്ക് ഡൗൺ ഉണ്ടായില്ലെങ്കിലും നമ്മുടെ ഫീലിങ്സിനെ എഫക്റ്റ് ചെയ്യും. അതൊരു നാച്ചുറലി ഒക്കറിങ് സിറ്റുവേഷനാണ് എന്നുള്ളതാണ് ഫ്രോയിഡ് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി സെയിങ് ഐ ഡോണ്ട് ലൈക്ക് സംതിങ് അബൌട്ട് മൈസെൽഫ്. ഓക്കെ, എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് എന്നെക്കുറിച്ച് ഇഷ്ടമില്ലാത്തൊരു കാര്യം, ഓക്കെ, അത് മറയ്ക്കാൻ വേണ്ടി ഞാനത് ഡിനൈ ചെയ്യുന്നു. ആ സത്യത്തെ ഞാൻ ഡിനൈ ചെയ്തിട്ട് അത് മറ്റുള്ളവരുടെ മേത്ത് അല്ലെങ്കിൽ അത് മറ്റുള്ള ഒരു വസ്തുവിൻ്റെ മേത്ത് ഞാനത് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ ആ തെറ്റും കുറവും ഞാൻ വേറൊരു കാരണം അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിലേക്ക് ബ്ലെയിം ചെയ്യുന്നു. അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഡോണ്ട് ലൈക്ക് സംവൺ, ഒരാളിഷ്ടമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ തന്നെ വിചാരിക്കും അവർക്ക് നമ്മളെ ഇഷ്ടമില്ല, അവർക്ക് നമ്മളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തല്ലാത്ത അവരുമായിട്ട് കമ്പനി ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ തന്നെ ഉള്ളിലൊരു ജഡ്ജ്മെൻറ്റ് ചെയ്യുകയാണ്. അത് നമ്മുടെ സിറ്റുവേഷൻ ക്ലിയർ ആക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു ജോലി ചെയ്യുന്നു, നമുക്കൊരു അസൈൻമെൻറ്റ് തരുന്നു, നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ വന്നിട്ട് എക്സ്ക്യൂസ് പറയുകയാണ്, അത് ആക്ച്വലി എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, ഏതൊരു സിറ്റുവേഷനെ ബ്ലെയിം ചെയ്യുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പം ഇറ്റ്സ് ഈസ് കോൾഡ് എസ് പ്രൊജക്ഷൻ. ഓക്കെ, അനദർ ഡിഫെൻസ് മെക്കാനിസം ഇസ് കോൾഡ് എസ് ഡിസ്പ്ലേസ്മെൻറ്റ്.
ഇപ്പം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റീഡയറക്ഷൻ ഓഫ് ആൻ ഇമ്പൾസ്. സേ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ജോലിയിലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ജോലിയുടെ ഒരു സെറ്റപ്പ് എങ്ങനെയാണ്? നമുക്കൊരു ബോസ് ഉണ്ടാവും, ആൻഡ് ബോസ് നമ്മളോട് യെല്ല് ചെയ്യാൻ തുടങ്ങുക, ചൂടാവാൻ തുടങ്ങുന്നു, ആൻഡ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ബോസാണ്, നമ്മുടെ പണി പോവും, ഫയർ ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതിനെ, ആ നെഗറ്റീവ് ഇമോഷനെ ഡീൽ ചെയ്യാൻ വേണ്ടി വാട്ട് വി ഡു ഇസ്, നമ്മൾ വീട്ടിൽ പോകുന്നു, നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ ഭാര്യേനോട് അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോട് നമ്മൾ കയർത്ത് കയറുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഫ്രസ്ട്രേഷൻ ബേസിക്കലി തീർക്കുന്ന വീട്ടിലായിരിക്കും. ബിക്കോസ് വി നോ നമ്മൾ ഫയർ ആവത്തില്ല, നമ്മളെ പുറത്താക്കത്തില്ല, അവർ ഇട്ടേച്ച് പോകത്തില്ല എന്ന് അറിയുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മളിതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇത് ഹാപ്പൻ ചെയ്യും, മനുഷ്യരിൽ ഹാപ്പൻ ചെയ്യും. ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്സ് അല്ലേ. ദിസ് ഈസ് കോൾഡ് ആസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇറ്റ് ഈസ് ദ റീഡയറക്ഷൻ ഓഫ് ആൻ ഇമ്പൾസ്. നമുക്ക് കിട്ടിയത് നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ റീഡയറക്റ്റ് ചെയ്യുന്നത്, അങ്ങാടി തോറ്റാൽ അമ്മയോട് എന്ന് പറയുന്ന പോലെ റീഡയറക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് സബ്ലിമിനേഷൻ. നെക്സ്റ്റ് ഡിഫെൻസ് മെക്കാനിസം. ഇത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പക്ഷേ നമുക്കിത് കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്തെങ്കിലും ഇതുപോലത്തെ നെഗറ്റീവ് ഇമോഷൻസ് ലഭിച്ചു എന്ന് വിചാരിക്കുക, നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ്. സോ ഫോർ എക്സാമ്പിൾ, നേരത്തെ കേസ് തന്നെ എടുത്തോളൂ. ഒരു ബോസ് നമ്മളോട് യെല്ല് ചെയ്യുന്നു, ആൻഡ് വാട്ട് വി ഡു ഇസ്, നമ്മൾ ആരുടെയും മെക്കിട്ട് കയറാതെ നമ്മൾ ബേസിക്കലി ഇപ്പം നമ്മുടെ കഴിവുകൾ യൂസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പം ആർട്ടിസ്റ്റിക്കായിട്ട് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങും, ചിലവർ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങും, സിങ് ചെയ്യാൻ തുടങ്ങും സിംഗേഴ്സൊക്കെ. അതുപോലെ പാട്ട് എഴുതാൻ തുടങ്ങും, നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാൻ തുടങ്ങും, ഡാൻസ് എക്സെട്ര, വാട്ട് എവർ ഇറ്റ് ഇസ്. നമ്മൾ ബേസിക്കലി ഇറ്റ് ഈസ് ദി ഐഡിയ ദറ്റ് ഇറ്റ് ഹെൽപ്സ് us to deal with all our frustration in a way that does not get us fired and doesn't affect our beloved ones. നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യുന്നുമില്ല, ആൻഡ് നമ്മുടെ പൊസിഷൻ കളയുന്നുമില്ല, ആൻഡ് ബേസിക്കലി നമ്മളെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള രീതിയിലേക്ക് പുറത്തോട്ട് ഫ്രൂട്ട്ഫുള്ളാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് സബ്ലിമേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ബട്ട് ബെറ്റർ. ഓക്കെ, ദ നെക്സ്റ്റ് ഡിഫെൻസ് മെക്കാനിസം ഇസ് ഡിനയൽ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇറ്റ് ഈസ് എ വൈഡ്ലി ഓവർ യൂസ്ഡ് ഡിഫെൻസ് മെക്കാനിസം. നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിനയൽ എന്ന് പറയുന്നത് ഇറ്റ് ബ്ലോക്സ് സം എക്സ്റ്റേണൽ ഈവൻറ്റ്സ് ഫ്രം അവെയർനെസ്. ഓക്കെ, ഇത് നമ്മുടെ റിപ്രഷൻ പോലെ സെയിം അല്ല, പക്ഷേ ഏകദേശം സെയിമാണ്. കാരണം നമ്മൾ പറഞ്ഞു റിപ്രഷനിൽ നമുക്ക് ആലോചിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സബ് കോൺഷ്യസ് ആക്കി വെക്കുമെന്ന്. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അതായത് നമ്മളെക്കുറിച്ചുള്ള ഫാക്ട്സ് എന്തൊക്കെയാണോ അത് നമ്മൾ റിപ്രസ് ചെയ്ത് വെക്കത്തില്ല സബ് കോൺഷ്യസിൽ. അത് കൂടുതലും കോൺഷ്യസ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ലോജിക്കൽ ഡിസിഷൻ ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരാൾ നമ്മളോട് സേ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നീ കൊള്ളത്തില്ല, നീ നിനക്ക് ഈ ഒരു ഏരിയയിൽ നീ ഭയങ്കര ബാഡാണ്, വിച്ച് ഇസ് എ ഫാക്റ്റ്. പക്ഷെ നമ്മളത് ഡിനൈ ചെയ്യും. ഓക്കെ, അത് നമ്മൾ ഡിനൈ ചെയ്യുമ്പം ബേസിക്കലി നമ്മുടെ ഡെസിഷനും തോട്ടൊക്കെ ഇഗ്നോർ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, നമ്മളതെന്ത് ചെയ്യും, അവർ പറയുന്നത് അവർ കൊള്ളത്തില്ല, അവർ അതുകൊണ്ടാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇഗ്നോർ ചെയ്യുക റൈറ്റ് അവേ. അതിൻ്റെ ഒരു പോസിറ്റീവ് ഭാഗം എടുക്കാതെ, അത് നന്നാവാൻ വേണ്ടി എടുക്കാതെ, അതിന് ആദ്യം തന്നെ ഡിനയൽ. ഓക്കെ, അതാണ് ഡിനയൽ എന്ന് പറയുന്നത്. ഇതും മനുഷ്യരിൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. ഓക്കെ, ബിക്കോസ് ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഭയങ്കര ട്രോമാറ്റിക് ഹോറബിളോ. ഇപ്പം നമ്മളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വേറൊരു സോഷ്യൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നാണം കെടാം. അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യും, നമ്മളെ തന്നെ ഡിനൈ ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് ഇൻറ്റേർണലായിട്ടുള്ള ആസ്പെക്ട്സും ഉണ്ട് അതിൽ. നമ്മുടെ ഉള്ളിലെ ഈഗോ, നോട്ട് ദ ഫ്രോയിഡ്സ് ഈഗോ, ശരിക്കുമുള്ള ഈഗോ. കാരണം നമ്മൾ പലതും നമ്മളെ തന്നെ ഇൻഫീരിയോറിറ്റീസൊക്കെ മറയ്ക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഡിനയൽ എന്നാണ് പറയപ്പെടുന്നത്. സോ ദ നെക്സ്റ്റ് വൺ ഇസ് റിഗ്രഷൻ എന്നുള്ള വാക്ക്, ഇറ്റ് ഈസ് ലൈക്ക് ടേക്കിംഗ് എ സ്റ്റെപ്പ് ബാക്ക് സൈക്കോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി വെൻ ഫേസ്ഡ് വിത്ത് സ്ട്രെസ്. നമുക്കൊരു സ്ട്രെസ്സ് വരികയാണ്, നെഗറ്റീവ് ഇമോഷൻസ് വരികയാണ്, ആ സമയത്ത് നമ്മൾ ഒരു കുട്ടിയായി മാറുക.
നമ്മൾ പിന്നെയും പുറകോട്ട് പോവാം. കുട്ടി ഇൻ ദ സെൻസ് നേരത്തെ നമ്മൾ പഠിച്ചു സൈക്കോ സെക്ഷൽ സ്റ്റേജസിലുണ്ടായിരുന്ന ഓരോ സ്റ്റേജസ് പഠിച്ചു. അതിലെ ഓരോരോ ക്യാരക്ടേഴ്സ് നമ്മൾ കാണിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ സൈക്കോളജിക്കലി നമ്മളെ പുറകോട്ട് കൊണ്ടുപോകും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒറബിളായിട്ട് ഭയങ്കരമായിട്ട് ഇഞ്ചേർഡായെന്ന് വിചാരിക്കുക. നമ്മൾ ആശുപത്രിയിൽ പോയി ആൻഡ് ദെൻ അവിടുന്ന് നമ്മൾ ഭയങ്കര ഓപ്പറേഷനൊക്കെ വേണമെന്ന് പറയുന്നു. നമ്മളെന്ത് ചെയ്യും? നമ്മൾ ബെഡിൽ അറിയാതെ വെറ്റ് ചെയ്യും. സോ ബിക്കോസ് ദേ ആർ സ്കേർഡ് അല്ലേ? നമ്മൾ മനുഷ്യരുടെ ഒരു ട്രെയ്റ്റാണ്, സ്കേർഡ് ആവും ആൻഡ് കൈൻഡ് ഓഫ് സ്റ്റെപ്പ് ബാക്ക് ഇൻ ടു ചൈൽഡ് ലൈക്ക് മെൻറ്റാലിറ്റി ആണ്. കാരണം എന്താ പറയുന്നത്, ഇത് ഒരു കുട്ടികളിലുള്ളൊരു സ്വഭാവമാണ്. മൂത്രമൊഴിക്കുക, ബെഡിൽ മൂത്രമൊഴിക്കുക. അപ്പം നമ്മൾ പുറകോട്ട് പോവുകയാണല്ലേ. അതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ്സ് കൂടുമ്പം അറിയാതെ ചില കേസുകൾ തമ്പ് സക്ക് ചെയ്യാറുണ്ട്. ഇതൊക്കെ ടെൻഷൻ കൊണ്ടാണെന്നും പറയുന്നുണ്ട്. ആൻഡ് ദെൻ ഇത് അധികം കോമൺ അല്ല, ഡിഫൻസ് മെക്കാനിസത്തിൽ ഏറ്റവും അൺകോമൺ ആയിട്ടുള്ള കാര്യമാണ് ഈ റിഗ്രഷൻ. പക്ഷേ ഇതും നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്, കാരണം പല കേസുകളിൽ ഇത് കാണപ്പെടുന്നുണ്ട്. ചില കാര്യങ്ങൾ നമുക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പം ഇറ്റ് ഈസ് സ്റ്റിൽ സംതിങ് ദറ്റ് ഫ്രോയിഡ് ഹസ് തിയറൈസ്ഡ്. സോ അതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഏഴാമതായിട്ട് റാഷണലൈസേഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ഓഫ് ഫാക്ട്സ് ബേസിക്കലി. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പകരം നമ്മുടെ തോട്ടിൽ തന്നെ നമ്മളോട് പറയുകയാണ് അതങ്ങനെയല്ല. റീകൺസ്ട്രക്റ്റ് ചെയ്യും നമ്മൾ റിയാലിറ്റീനെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മൈൻഡിൽ. ആൻഡ് വി ഓഫൺ ഡൂ ദിസ് മോസ്റ്റ്ലി ഓൺ കോൺഷ്യസ് ലെവൽ. അതാണ് ഏറ്റവും രസം. ആൻഡ് വി പ്രൊവൈഡ് അവർസെൽസ് വിത്ത് മെനി എക്സ്ക്യൂസസ്. ഓക്കെ, നമുക്ക് തന്നെ ഒരുപാട് എക്സ്ക്യൂസസ് ഒക്കെ തരും. ഇത് ബേസിക്കലി കാണപ്പെടുന്ന ഒരുപാട് ഈഗോ ഉള്ള ആൾക്കാരിലാണ്. ഏത് ഈഗോ ആണ്? മനുഷ്യൻ്റെ ഈഗോ, നോട്ട് ദി ഫ്രോയിഡ്സ് ഈഗോ. ഈഗോ ഉള്ള ആൾക്കാരാണ്, ഹൈപ്പറായിട്ടുള്ള ഈഗോ ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ എക്സ്ക്യൂസസ് ഉണ്ടാക്കുന്നത്. ആൻഡ് അവർ ഇത് മനസ്സിലാക്കത്തില്ല എന്നുള്ളതാണ് സത്യം. അവർ നുണ പറയുകയാണ്. അവരെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉള്ളിൽ തന്നെ ഒരു റീകൺസ്ട്രക്ഷൻ വെക്കുകയാണ്. അതിങ്ങനെയല്ല, അതിങ്ങനെയാണ്. ഓക്കെ, അയാൾ പറയുന്നതല്ല ശരി. ഓക്കെ, അപ്പം അയാൾ ആക്ച്വലി അതൊരു ഫാക്റ്റ് ആയിരിക്കും, പക്ഷെ അത് ബ്രെയിൻ്റെ ഉള്ളിൽ തന്നെ അയാൾ തോട്ട് റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അയാൾ കള്ളം പറയുകയാണ്, നുണ പറയുകയാണ്, മറ്റുള്ളവരോട് മാത്രമല്ല സ്വയവും. ഓക്കെ, ആൻഡ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വണ്ണം കൂടിയ ഒരു ഒബീസ് ആയിട്ടുള്ളൊരു പേഴ്സൺ, അയാൾ പറയുകയാണ് ഐ എം നോട്ട് ഫാറ്റ്, ഐ എം ജസ്റ്റ് ബിഗ് ബോൺസ്. ഓക്കെ, എനിക്ക് കുറച്ച് ഞാനൊരു വലിയ മനുഷ്യനാണ്, ഞാൻ ഫാറ്റൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അയാളൊരു ഡിനൈ ചെയ്യുവാണ്, ഒരു ഫാക്റ്റ് ഡിനൈ ചെയ്യുവാണ്. ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്യണം അല്ലേ, സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇയാളെന്ത് ചെയ്യുന്നു? അയാൾ ഉള്ളിൽ തന്നെ ഫ്രെയിം ചെയ്യുന്നു ദാറ്റ് ഹീ ഈസ് നോട്ട് ഫാറ്റ്, ഹീ ഈസ് ബിഗ് ബോൺസ്. അപ്പം കാരണം ടു ഫേസ് ദാറ്റ് റിയാലിറ്റി ഇസ് ലൈക്ക് ബീങ് ഫേസ് ടു എ ട്രോമ, ലൈക്ക് അല്ലേ, അത് ഡീൽ ചെയ്യുക എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പം അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ റാഷണലൈസ് ചെയ്യുന്നത്. അപ്പം ഓവർ വെയ്റ്റാണ്, അൺഹെൽത്തി ആണെന്നുള്ളൊരു ഫാക്റ്റ് പുള്ളി ഡിനൈ ചെയ്തുകൊണ്ട് പുള്ളി ഉള്ളിൽ തന്നെ ഒരു സംഭവം കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദ ഫൈനൽ വൺ ഇസ് റിയാക്ഷൻ ഫോർമേഷൻ. ഇതും ഒരു ഫിക്സേഷനാണ്. അതായത് ഫിക്സേഷൻ ഇൻ കോൺഷ്യസ്നെസ് ഓഫ് എൻ ഐഡിയ, എഫക്റ്റ് ഓർ ഡിസയർ ദാറ്റ് ഇസ് ഓപ്പോസിറ്റ് ടു ഫിയർഡ് അൺകോൺഷ്യസ് ഇമ്പൾസ്. ഓക്കെ, അപ്പം ഓൾറെഡി ഒരു ഫാക്റ്റ് ഡിനൈ ചെയ്ത് നമ്മൾ തന്നെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നു. അതെന്താണെന്ന് നോക്കാം. എക്സാമ്പിളായിട്ട് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു അമ്മ ഒരു കൊച്ചിനെ എടുത്ത് വളർത്തുവാണ്. ആൻഡ് ആ കൊച്ചിനെ എടുത്ത് വളർത്തുമ്പം അൺവാണ്ടഡ് ചൈൽഡ് ആയിരുന്നു എന്നുള്ള ഫാക്റ്റ് മറയ്ക്കാൻ വേണ്ടി ഒരുപാട് ഓവർ പ്രൊട്ടക്ഷനും ഓവർ വാണ്ടിങ് ഒക്കെ കാണിക്കും, ഓവർ കെയറിങ് ഒക്കെ കാണിക്കും. ഇത് ആക്ച്വലി അമ്മയെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് പുള്ളിക്കാരി ഒരു നല്ല അമ്മയാണ് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ചൈൽഡിനെയും കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം ചുരുക്കി പറഞ്ഞ ഒരു റിയാലിറ്റീനെ മറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബിഹേവിയറാണ് ഓവർ പ്രൊട്ടക്റ്റീവ്നെസ്, ഓവർ കെയറിങ് എന്നുള്ളതാണ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയണം. അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം ഫിയേർഡ് ആയിട്ടുള്ളൊരു ഇമ്പൾസ് ഉണ്ടായിരുന്നു, അത് തന്നെ ബിഹേവിയറിലേക്ക് വരികയാണ് അല്ലേ. അതിനെയാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്.
ലൈക്ക് I've told earlier, സിഗ്മണ്ട് ഫ്രോയിഡ്സ് തിയറീസ് ഒക്കെ ഭയങ്കര വൈഡ്ലി ഡിസ്ക്രീറ്റ് ചെയ്തിട്ടുണ്ട്, ഡിനൈ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ഈഡിപ്പസ് കോംപ്ലക്സ് ഒക്കെ ഭയങ്കര ഇൻറ്റൻസ് ആണ്, എല്ലാവരുടെയും കേസിൽ വർക്കൗട്ട് ആണോ എന്നുള്ള ഫാക്ട്സ് ഒക്കെയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡിഫൻസ് മെക്കാനിസം ഒക്കെ ഇപ്പോഴും തെറാപ്പീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യു കനോട്ട് ഡിനൈ ഓൾ ദീസ് ഫാക്ട്സ്. ഇതൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ നമ്മളെല്ലാം ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് സിഗ്മണ്ട് ഫ്രോയിഡ് is still considered as father of modern psychology because of all these reasons. Even though he has talked about intense things, which is more controversial, it was not able to be denied by any psychologist. So yeah, so this is basically psychoanalysis. This is all psychoanalysis. ഒരു essay വന്നു കഴിഞ്ഞാൽ you should be able to write all these things, including the 3 levels of human mind, personality ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, ഇഡ് ഈഗോ, സൂപ്പർ ഈഗോ, ആൻഡ് ദെൻ ഓൾ ദിസ് ഡിഫൻസ് മെക്കാനിസം, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണം വെൻ സൈക്കോ അനാലിസിസ് ഇസ് ആസ്ക്ഡ്. ഓക്കെ.